നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കർണാടകയിലെ ബുൾഡോസർ രാജിനെ പറ്റി വലിയ വീരവാദങ്ങൾ മുഴക്കിക്കൊണ്ട് അതിനെതിരെ രംഗത്ത് വന്ന ഒരാളായിരുന്നു പിണറായി വിജയൻ. പിണറായി വിജയൻ രംഗത്ത് വന്നെങ്കിലും പിന്നീട് പിണറായി വിജയൻ ഇപ്പോൾ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനില്ല. എ റഹീമിനെ അങ്ങോട്ട് അയച്ചെങ്കിലും എ റഹീമിന്റെ ഇംഗ്ലീഷ് അത് ചർച്ചാ വിഷയമായതോടെ ആ വിഷയവും ഒതുങ്ങിപ്പോയി. പക്ഷെ എ റഹീമിനെ അയക്കും മുമ്പ് തന്നെ പിണറായി വിജയനോട് വളരെ കൃത്യമായി DK ശിവകുമാറും സിദ്ധരാമയ്യയും വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല. കേരളത്തിലെ വോട്ടു രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങൾ കളിക്കുന്ന കളി ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെത്തി അത്തരത്തിൽ നിങ്ങൾ എന്തു വേണമെങ്കിലും കാണിച്ചോളൂ. കേരളം വിട്ട് ഞങ്ങളുടെ കർണാടക അതിർത്തിയിലേക്ക് നിങ്ങൾ വന്ന് അത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല. ഏതായാലും സിദ്ധരാമയ്യയെയും അതുപോലെ തന്നെ DK ശിവകുമാറിനെയും പേടിച്ച് മിണ്ടാതിരിക്കുകയാണ് പിണറായി വിജയൻ എന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്തരമൊരു സംഭവം UP-യിലായിരുന്നു സംഭവിച്ചതെങ്കിൽ പിണറായി വിജയൻ ജീവിതാവസാനം വരെ ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നേനെ. കേരളത്തിലെ ഇടതുപക്ഷക്കാരും മനുഷ്യാവകാശ വിദഗ്ധരും മനുഷ്യാവകാശ പ്രവർത്തകരും മനുഷ്യരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരും ഇത്തരത്തിലുള്ള ആൾക്കാരെല്ലാം ചേർന്ന് കുറച്ച് ഫെമിനിസ്റ്റുകളും എല്ലാം ചേർന്ന് അവിടെ സിദ്ധരാമയ്യയും DK ശിവകുമാറിനെയും ഒക്കെ ഒരു പക്ഷേ ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്ന പോലെ ആയിരുന്നില്ല ഉണ്ടാകുമായിരുന്നത് നമുക്കറിയാം. അതിലേറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നതും മാധ്യമങ്ങളാണ്. പിണറായി വിജയനെ കണ്ടം വഴി ഓടിച്ചത് പോലും കണ്ടിട്ടില്ല കേരളത്തിലെ മാധ്യമങ്ങളെന്ന് നമുക്കറിയാം. പിണറായി വിജയനോട് നിങ്ങൾ നിങ്ങളുടെ സംസ്ഥാനത്തിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുകയാണ് നമ്മൾ കണ്ടത്. അതിനെ രാഷ്ട്രീയപരമായി മുതലെടുക്കാനുള്ള ശ്രമവും BJP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. BJP ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് മൗനം പാലിച്ചതെന്ന് വ്യക്തമാകുന്നില്ല. ഇത്തരമൊരു വിഷയം UP-യിലോ BJP ഭരിക്കുന്ന ഡൽഹിയിലോ എവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ മുസ്ലിം ലീഗുകാർ ഉറഞ്ഞു തുള്ളിയേനെ. എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗുകാരുടെ അനക്കവുമില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ എല്ലാവരും ചേർന്ന്, കേരളത്തിൽ വേറെയാണെങ്കിലും കേരളത്തിന് വെളിയിൽ ഇന്ത്യ മുന്നണിയാണല്ലോ, എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഭരിക്കുന്ന കിനാശ്ശേരിയൊക്കെ സ്വപ്നം കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് അത് സ്വപ്നമായി മാറി കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി. അപ്പോൾ അതിനുശേഷം ഇപ്പോ രാഷ്ട്രീയപരമായ ലക്ഷ്യമുണ്ടാക്കാൻ നടത്തുന്ന ആ ശ്രമങ്ങൾ വിലപ്പോകില്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. കോൺഗ്രസിന്റെ തന്നെ നമുക്കറിയാം, കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന UDF-ന്റെ സഖ്യത്തിലുള്ളവരല്ലേ മുസ്ലിം ലീഗ്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ വിഷയത്തിൽ, അതായത് കർണാടകയിലുണ്ടായ മുസ്ലിങ്ങളുടെ വിഷയത്തിൽ ഇടപെടാത്തത്? അതിന് ഇടപെടണമെന്ന അഭിപ്രായം എനിക്കില്ല. കാരണം ഒരു സംസ്ഥാനത്തിന്റെ വിഷയമാണ്. ആ സംസ്ഥാനത്തെ വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിനായി സർക്കാർ എടുത്ത സ്ഥലത്തേക്ക് കുറച്ച് ആളുകൾ അനധികൃതമായി കടന്നു ചെന്ന് അവിടെ താമസം ആരംഭിച്ചതാണ്. അതിൽ തന്നെ വീടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് അവിടുത്തെ സംസ്ഥാന സർക്കാരും പറയുന്നു. ഇത് വിവാദമാക്കേണ്ട, അതായത് കാര്യങ്ങളോട് വളരെ പോസിറ്റീവായി ഒരു സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിഷയമാണ് വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണെങ്കിൽ അത് കാര്യങ്ങളോ പോസിറ്റീവായി കാണുന്ന ഒരാളായതുകൊണ്ട് തന്നെ അതിന് വിവാദം ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത് വേറെ BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തായിരുന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായി ഏതൊക്കെ തരത്തിലുള്ള ഗിമ്മിക്കുകൾ ഇവിടെ കാട്ടിക്കൂട്ടുമായിരുന്നു. നമ്മൾ കണ്ടതല്ലേ, നേരത്തെ ഗുജറാത്തിൽ രാഷ്ട്രപതി വരുന്ന ചടങ്ങിൽ അവിടെ പ്രോട്ടോകോൾ അനുസരിച്ച് അവിടെ ചില സ്ഥലങ്ങൾ കെട്ടിമറിച്ചതിനെ അമേരിക്കൻ പ്രസിഡന്റ് വരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനെ ഏതൊക്കെ തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. നമ്മൾ പല സ്ഥലങ്ങളിലും ഇത് കണ്ടതാണ്. പ്രോട്ടോകോളിന്റെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരും വലിയ രാഷ്ട്രത്തലവന്മാരും ഒക്കെ വരുമ്പോൾ പ്രോട്ടോകോളിന്റെ ഭാഗമായി ചേരികളുടെ ഭാഗത്തും എളുപ്പത്തിൽ കടന്നു കയറാൻ ചെല്ലുന്ന സ്ഥലങ്ങളാണ്, കടന്നു കയറാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അത്തരം സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മതിലുകൾ നിർമ്മിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഏത് തരത്തിലാണ് കേരളത്തിൽ ഈ വിഷയങ്ങളെയൊക്കെ പരിഗണിക്കുക? എന്നാൽ ഇത്തരം വിഷയങ്ങൾ കേരളത്തിലെ സർക്കാരിന് മിണ്ടാട്ടമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം രാഷ്ട്രീയപരമായ ഒരു ഇടപെടൽ നടത്താൻ നോക്കിയെങ്കിലും DK ശിവകുമാറിനെ സിദ്ധരാമയ്യയും പിണറായി വിജയനും പേടിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ്, കാരണം ഇവിടുത്തെ എല്ലാവരെയും കൂട്ടി, കേരളത്തിലെ സൗത്ത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൂട്ടിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും ആളായി നിന്നുകൊണ്ട് പ്രധാനമന്ത്രിയാകാനിരുന്ന ആളല്ലേ പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ പിണറായി ഏതെങ്കിലും ശ്രമമുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയാലോ എന്ന് വിചാരിച്ചിട്ടാവും. ഏതായാലും പിണറായി വിജയന് മിണ്ടാട്ടമില്ല, പിണറായി വിജയന് പേടി, പിണറായി വിജയന്റെ അണികൾക്കും പേടി. നേരെ മറിച്ച് മറ്റെന്തായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? UP-യിലേക്ക് നോക്കിയിരുന്ന് അവിടെ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് UP-യിൽ നിന്നിപ്പോൾ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നേരെ ഒന്ന് കളം മാറ്റി ചവിട്ടി കർണാടകയിലേക്ക് പോകാനുള്ള ശ്രമം നമ്മുടെ പിണറായി വിജയൻ നടത്തിയത്.
പക്ഷേ കർണാടകയിലേക്ക് പോകാനുള്ള ശ്രമം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ കൂടി കർണാടകക്കാർക്ക് കഴിഞ്ഞു. കർണാടകയിലെ മാധ്യമങ്ങൾ നമ്മുടെ MAയും LLBയും PhDയും ഒക്കെയുള്ള റഹീം സഖാവിന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം കണ്ട് ഞെട്ടുകയും ചെയ്തു. ഏതായാലും ഇനിയൊന്നും ചെയ്യാനില്ല, അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം മനസ്സിലായ സ്ഥിതിക്ക് കർണാടകയിൽ നിന്നിങ്ങി പോന്നെങ്കിലും പിണറായി വിജയൻ ഒരക്ഷരം പിന്നീട് പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ പിണറായി വിജയൻ സിദ്ധരാമയ്യയും DK ശിവകുമാറിനെയും പേടിച്ചാണ് ജീവിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് ഈ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്.